നമസ്കാരം. റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. 1 കിലോ കഞ്ചാവുമായി 33കാരനെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി. കടയ്ക്കൽ തൃക്കണ്ണാപുരം സ്വദേശി അതിശയൻ എന്ന് വിളിക്കുന്ന ജിജുവാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോട്ടുക്കൽ പള്ളിമുക്ക് ഭാഗത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടെ എതിരെ വന്ന ബൈക്കിൽ വന്ന യുവാക്കൾ എക്സൈസ് വാഹനം കണ്ട് ബൈക്ക് വെട്ടിത്തിരിക്കുകയായിരുന്നു. ബൈക്ക് വെട്ടിത്തിരിക്കുന്നതിനിടയിൽ ബൈക്ക് മറിയുകയും ഓടിച്ചിരുന്ന യുവാവിനെ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് നടത്തിയ പെട്രോളിംഗ് നടത്തിവരവേ കോട്ടുക്കൽ ഭാഗത്ത് പെട്രോളിംഗ് നടത്തിവരവേ കുമരനല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പള്ളിമുക്കിലേക്ക് പോകുന്ന റോഡിൽ പെട്രോൾ ചെയ്ത് വരവേ 2 പേർ ബൈക്കിൽ വരുന്നതായും അവര് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വാഹനം കണ്ട മാത്രമേ തന്നെ പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നതും കണ്ട് പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു പോയപ്പോൾ അവര് ബൈക്ക് ഉൾപ്പെടെ താഴെ വീഴും. അപ്പൊ അതിൽ നിന്ന് ഒരാള് ഓടി രക്ഷപ്പെടുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു. ആ പിടികൂടിയ ആള് കടയ്ക്കൽ മേഖലയിലുള്ള അതിശയൻ എന്നറിയപ്പെടുന്ന ജിജു എന്ന ആളാണ്. ഓടിപ്പോയ ആളെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇയാന്റെ കൂടെ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിൽ കൂട്ടാളിയായിട്ടുള്ള രാഹുൽ എന്ന ആളാണ്. മണാലി എന്നറിയപ്പെടുന്ന രാഹുൽ എന്നയാളാണ് ഓടിപ്പോയ ആള്. പിടികൂടിയ അതിശയൻ എന്നറിയപ്പെടുന്ന ജിജു എന്നാണ് യഥാർത്ഥ പേര്. അയാൾക്കെതിരെ കേസെടുത്ത് ബൈക്ക് ഉൾപ്പെടെ കേസുകളിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കിലോ മുകളിൽ കഞ്ചാവ് ടിയാൻ പിടികൂടുകയുണ്ടായി. ടിയാനെ കോടതിയിൽ റിമാൻഡ് ചെയ്യുന്നതുമാണ്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 പേരുടെയും മധ്യഭാഗത്ത് കഞ്ചാവ് ഒളിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു. KL 82A 3520 എന്ന ഡൂക്ക് ബൈക്കിലാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. മുരിയനല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് പ്രതിയെ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്പെക്ടർ രാജേഷ് AK, സിവിൽ എക്സൈസ് ഓഫീസർ സബീർ, ജയേഷ്, മാസ്റ്റർ ചന്തു, ഷൈജു, നന്ദു, ബിൻസാഗർ, വുമൻ സിവിൽ പോലീസ് ഓഫീസർ ലിജി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. റൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. എണ്ണ അടിച്ച് വന്നേല്ലേ? എണ്ണ അടിച്ച് ഇവിടെ വരെ വന്നേല്ലേ? ഞാൻ 5 സ്ഥിരം പരിപാടി തന്നെ. ചിരിക്കാൻ